മാവേലിക്കര മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2024 ക്രിസ്മസ് ധ്യാന പരമ്പരയുടെ അവസാന ദിവസമായ ഈ ക്രിസ്മസ് ദിവസത്തിൽ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഈ ധ്യാന പരമ്പരയിൽ സന്ദേശം നൽകിത്തന്ന അഭിവന്യ ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് അപ്രകൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, യുവജന സഖ്യാംഗങ്ങൾ, ഈ ധ്യാന പരമ്പര കോർഡിനേറ്റ് ചെയ്ത ബ്ലസൻ ഷമാശൻ, ഈ പ്രിയപ്പെട്ടവരുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്മസ് ദിവസത്തിൽ ഒരു സുവിശേഷകൻ ഒരു ജയിൽ സന്ദർശനത്തിനായി യാത്രയായി. ജയിലിൽ തടവുപുള്ളികളെ കണ്ട് ക്രിസ്മസിന് സന്തോഷം പങ്കുവച്ചു. തടവിൽ പാർക്കുന്ന എല്ലാവർക്കുമായി അതിൻ്റെ അവസാനത്തിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അവിടെ വെച്ച് ഈ സുവിശേഷകൻ വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തെ അധികരിച്ച് അനുഗ്രഹീതമായൊരു സന്ദേശം പങ്കുവച്ചു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. കേവലം ഒരു നക്ഷത്രം രാജാക്കന്മാരെ വിദൂരതയിൽ നിന്ന് കൂട്ടിവരുത്തി നക്ഷത്രത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചതിനെക്കുറിച്ച് വളരെ മനോഹരമായി തന്നെ സുവിശേഷൻ പങ്കുവച്ചു. സന്ദേശമൊക്കെ കഴിഞ്ഞ് സുവിശേഷൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തടവിൽ കഴിഞ്ഞ ഒരു വ്യക്തി സുവിശേഷകനോട് ചോദിച്ചു, സാർ, അങ്ങ് പറഞ്ഞ ആ നക്ഷത്രം ഇന്ന് എവിടെയാണ്? വേർ ഈസ് ദാറ്റ് സ്റ്റാർ ടുഡേ? വേർ ഈസ് ദാറ്റ് സ്റ്റാർ ടുഡേ? സുവിശേഷകന് അതിന് തക്കതായൊരു മറുപടി കൊടുക്കാൻ അന്നേരം സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. മടക്കയാത്രയിൽ അദ്ദേഹം അതിൻ്റെ ഉത്തരം കണ്ടെത്തി. വി ആർ ദ സ്റ്റാർസ്. നമ്മൾ ആണ് ആ നക്ഷത്രം. 2024 ക്രിസ്മസ് ആഘോഷിക്കുന്ന ദൈവജനമേ, ക്രിസ്മസിൻ്റെ സന്തോഷമെല്ലാം നമുക്കറിയാം, ക്രിസ്മസിൻ്റെ സന്ദേശവും നമുക്കറിയാം. എന്നാൽ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ലോകത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ മറ്റുള്ളവർ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ക്രിസ്തു വെളിപ്പെടുത്തിയ നല്ല സാക്ഷ്യത്തിലൂടെ, അനുഗ്രഹീതമായ നേതൃത്വത്തിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല നക്ഷത്രമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. 2024 ഈ ക്രിസ്മസ് കാലയളവിൽ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന നല്ല ചൂണ്ടുവലകളായ നക്ഷത്രങ്ങളായി പുരോഗമിക്കുവാൻ, വളരുവാൻ, മുന്നേറുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹീതമായൊരു ക്രിസ്മസും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടൊരു പുതുവർഷവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.